നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു അടിപൊളി ലേസർ ബോർഡർ എഫക്റ്റ് ഡാവിഞ്ചി റിസോൾവ് ഫ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെറും 100 രൂപയേ ഉള്ളൂ. ആദ്യം തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഷൻ്റെ അകത്ത് കുറച്ച് നോഡുകൾ ആഡ് ചെയ്യാനുണ്ട്, കുറച്ച് കീ ഫ്രെയിംസ് സെറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ സ്പ്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഉണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇതാണ് ഒന്നുകൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പഠിക്കുകയും ചെയ്യാം, അതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ഫ്യൂഷനിൽ പോയി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തരേണ്ട കാര്യമല്ല. 100 രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ അകത്ത് ജനറേറ്റേഴ്സിൻ്റെ അകത്ത് ഡാർക്ക് വൂൾഫ് ലേസർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിന് ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതേപോലെ എഫക്റ്റ് ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നേരെ ഇൻസ്പെക്ടറിൻ്റെ വീഡിയോ ഇൻസ്പെക്ടറിൽ ജനറൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോ ചേഞ്ച് ചെയ്യാം. ഇതുപോലെ എല്ലാ എഫക്റ്റുകളും കണ്ടോ, ഇതേപോലെ എല്ലാ എഫക്റ്റുകളും ജസ്റ്റ് ഒരു ബാർ നീക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് മാറ്റാട്ടോ. ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇങ്ങനെ കളറൊക്കെ വേറെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. രണ്ടിൻ്റെ കളറും മാറ്റാൻ സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, ഏത് ഫയലിൽ വേണമെങ്കിലും ആഡ് ചെയ്യുക. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ നല്ല രസം ഉണ്ടാവും. ഒരു ബോർഡറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ലേസർ ബോർഡർ ഗ്ലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. 100 രൂപ അയച്ചു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ഞാൻ പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം, കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം അല്ലേ. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റും. അതിലൊരു ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗ്ലോ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ് തൽക്കാലം. ഇവിടെ ഫ്രെയിം ഒരു 60 ഫ്രെയിം കൊടുക്കുകയാണ്. ആനിമേഷനൊക്കെ കൊടുക്കാനുള്ള സ്റ്റെക്കൊന്നും ഇല്ലാതെ നല്ല ഫ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് പല മെത്തഡിലും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്ലോ ഇവിടേക്ക് ആഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്ലോനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ 5 സെക്കൻഡ് ലെങ്ത്ത് വരുന്ന ഒരു ക്ലിപ്പാണ്. ഇത് എത്ര ലെങ്ത്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൂട്ടി വെക്കാനും സാധിക്കും കേട്ടോ. അത് ക്രിയേറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ കൂട്ടി വെക്കാം. ഓക്കെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ മേലെ പ്ലേ ഹെഡർ വന്നതിന് ശേഷം ഫ്യൂഷൻ്റെ അകത്തേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഫ്യൂഷൻ്റെ അകത്ത് തൽക്കാലം ഞാൻ സ്പ്ലൈനും കീ ഫ്രെയിമും ഓഫ് ആക്കിയിട്ടാണ് ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഔട്ട് നോഡ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. ഔട്ട് നോഡ് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ കളർ ആഡ് ചെയ്യാനുള്ള 2 ബാക്ക്ഗ്രൗണ്ട് നോഡുകൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡ് ഇവിടേക്ക് ആഡ് ചെയ്ത് ഇതിൽ വർക്ക് ചെയ്ത ശേഷം ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒരു റെഡ് കളർ കൊടുത്തു. ഓക്കെയാണ്. എന്നിട്ട് ഇവിടുന്ന് ഔട്ട് എടുത്ത് മീഡിയ ഔട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെയായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ മാസ്ക് ഇവിടുന്ന് ആഡ് ചെയ്തു. ഓക്കെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, റെക്റ്റാങ്കിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ RCT പറഞ്ഞ റെക്റ്റാങ്കിൾ നോഡിനെ കാണാൻ പറ്റും. ഇവിടേക്ക് ആഡ് ചെയ്യാം. സിമ്പിൾ അല്ലേ. ഇത്രയും കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി ഈ റെക്റ്റാങ്കിൾ നോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾസിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സോളിഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് അൺചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, അതൊന്ന് ഓഫ് ചെയ്യാമെന്ന് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ ഓഫ് ചെയ്ത ശേഷം ഇവിടെ ബോർഡർ വിഡ്ത്ത് കണ്ടോ. ഞാനിപ്പോൾ ഇവിടെ 0.005 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് ഇത് മാറ്റാം കേട്ടോ. എങ്ങനെയാണ് ബോർഡർ വിഡ്ത്തിൽ 0.005 വേണ്ടൊരു വിഡ്ത്തിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 0.005 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇനി നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ എന്ന് കാണാൻ പറ്റും, അതുപോലെ ലെങ്ത്ത് എന്ന് കാണാൻ പറ്റും. ഇനി ഈ ലെങ്ത്ത് അല്പം കുറച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ ലെങ്ത്തിൻ്റെ അകത്ത് ഞാൻ ഇവിടെ 0.3 എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം കേട്ടോ. 0.3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ ഇത്രയും ഒരു ലെങ്ത്തിലാണ് കിട്ടേണ്ടതെന്നുള്ളത് ഇങ്ങനെ ചെയ്യാം. ഇനി 0.25 അങ്ങനെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ 25 നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കൊടുക്കുന്നത് കുറച്ചും കൂടി രസം എനിക്ക് തോന്നുന്നത് 3 ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു വാല്യൂ അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർക്ക് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കിതിനൊരു ഗ്ലോ കൊടുക്കണം. എങ്ങനെയാണ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ഗ്ലോ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഗ്ലോ കിട്ടിയില്ലേ. ആ ഗ്ലോ എഫക്റ്റ് അങ്ങനെ തന്നെ മതി, കൂടുതലായിട്ട് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഗ്ലോ ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ലാസ്റ്റ് ആയിട്ട് ഗ്ലോ കൊടുത്താലും മതി, സീനൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് വെള്ള വര കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു മെത്തേഡ് കാണിച്ചു തരാം. ഞാനിവിടെ സിമ്പിളായിട്ടൊരു മെത്തേഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെക്റ്റാങ്കിളിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന് കാണാൻ പറ്റും കണ്ടോ. Command C Ctrl C ആണ് ഷോർട്ട് കട്ട്. കോപ്പി ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും വെച്ച ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് കാണാൻ പറ്റും. ഷിഫ്റ്റ് Command V, വിൻഡോസിലാകുമ്പോൾ ഷിഫ്റ്റ് Ctrl V ആണ് ഷോർട്ട് കട്ട്. ഇങ്ങനെ ഇൻസ്റ്റൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പച്ച ലൈൻ ഇവിടെ കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻസ് ആണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആക്കാം. ഇനി ഇൻസ്റ്റൻസിൽ വന്ന ശേഷം ഇവിടെ നമുക്ക് ബോർഡർ വിഡ്ത്ത് എന്നുള്ള ഈ ഓപ്ഷൻ കണ്ടോ. ഇതിൽ മാത്രം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡി ഇൻസ്റ്റൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിലാണ് ബോർഡർ വിഡ്ത്തിൽ കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ബോർഡർ വിഡ്ത്തിൽ ഡി ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് ഇവിടെ 0.5 അല്ലേ ഉള്ളത്, ഇവിടെ നമുക്ക് 0.2 കൊടുക്കാം.
ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് നോട്ടിനെ കൂടെ ഇവിടേക്ക് ആഡ് ചെയ്യാം. അറിയാലോ, ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഈ ഇൻസ്റ്റൻസ് എടുത്തിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യാം. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എന്നിട്ട് ഇതിൻ്റെ കളർ എന്ത് ചെയ്യണം, വൈറ്റ് ആക്കണം. ഇവിടെ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് വൈറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുള്ളി വൈറ്റ് ആയി. ഓക്കെ ആണ്. ഈ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അവിടേക്ക് ഇവിടുന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് കണക്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ ഔട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യണേ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു മെർജ് കിട്ടും. ആ മെർജിനെ നമുക്ക് വേണ്ട പോലെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഇഷ്യൂ വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതിനെ സെറ്റാക്കി വെച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് കൂടുതലാണെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈറ്റിൻ്റെ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാം. എങ്ങനെ, ഇൻസ്റ്റൻസിൽ വരിക, അതിൻ്റെ ബോർഡർ വിഡ്ത്ത് 0.002 എന്നുള്ള 1 എന്നാക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വേണമെങ്കിൽ കൺട്രോൾസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കറക്റ്റായിട്ട് കാണാനും പറ്റും കേട്ടോ. വേണമെങ്കിൽ കൺട്രോൾസ് ഓഫ് ചെയ്ത് നോക്കുക, ഓൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട വാല്യൂ, ഞാൻ കൂടുതലൊന്നും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് റെക്റ്റാങ്കിൾ തന്നെ വരിക. ആദ്യം ആഡ് ചെയ്ത റെക്റ്റാങ്കിൾ മാസ്കിൽ തന്നെ വരിക കേട്ടോ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ ഉണ്ടല്ലോ, പൊസിഷൻ ഇത് നമ്മൾ 0ലേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെയാണ്, പൊസിഷൻ 0യിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ ഒരു പ്ലേ ഹെഡിലെ ചുവന്ന ഈ പ്ലേ ഹെഡും ഇതേപോലെ 0യിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ അല്ലേ. നമുക്ക് കീ ഫ്രെയിം ഓൺ ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്താലും മതി. 0യിൽ കൊണ്ടുവച്ച ശേഷം പൊസിഷൻ്റെ അകത്തൊരു കീ ഫ്രെയിം, ഇതാ ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തപ്പോൾ റെഡ് കളർ കിട്ടും കേട്ടോ. അത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു 60 ഫ്രെയിം, അപ്പോൾ നമ്മളൊരു സെക്കൻഡ് നേരം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവണം. 60 ഫ്രെയിമിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു പൊസിഷൻ എന്നുള്ള ഈ സംഭവം ഇങ്ങനെ നീക്കി കൊണ്ടുവന്ന് തിരിച്ച് അതേ പൊസിഷനിൽ എത്തണം. കണ്ടോ, ഇത് 1-ലെത്തിയപ്പോഴേക്കും അതേ പൊസിഷനിലേക്ക് എത്തി. ഇപ്പോൾ നമുക്കവിടെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു നോക്കാം. പുറത്തെവിടെയും ക്ലിക്ക് ചെയ്താൽ കൺട്രോൾസ് കാണുമല്ലോ കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഇതേപോലെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആയി. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മറ്റേ രണ്ടാമത്തെ ആ ഒരു കോളത്തിനും കിട്ടണം അല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്രയും ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റെക്റ്റാങ്കിൾ വന്നിട്ട് ഇപ്പം തന്നെ ചേഞ്ച് ചെയ്ത് പോകട്ടോ. എന്നാൽ പിന്നെ രണ്ടാമത് കോപ്പി ചെയ്തതിന് മാറ്റി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. എത്രയാണ് ലെങ്ത്ത്, ഇവിടെ ഞാൻ 0.3 ആണല്ലേ കൊടുത്തത്. അതിന് പകരം 0.2-25 എന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 0.25 കൊടുത്ത് കുറച്ചുകൂടി ചെറുതാക്കി. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റാം കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. ഇപ്പോൾ ഈ ഒരു വർക്ക് ഫുള്ള് കഴിഞ്ഞില്ലേ, ഇവരെ മൊത്തം ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്തു. ഔട്ടില്ലാത്ത ബാക്കി മൊത്തം സെലക്ട് ചെയ്തു. Command-C Ctrl-C അടിച്ച് കോപ്പി ചെയ്തു. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്ത് കാണാൻ പറ്റും. പുറത്ത് എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് അടിച്ചിട്ട് അവിടേക്ക് Command-V Ctrl-V അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് നടിക്കുക. ഓക്കെയാണ്. എന്നിട്ട് ഞാൻ ഇവരുടെ പൊസിഷൻ ഇത്തിരി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു കേട്ടോ. മറ്റേത് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്നുണ്ടാവുന്നത് അവിടെ ഗ്രൂപ്പ് ചെയ്താണെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് കിട്ടും. പക്ഷേ എനിക്കിവിടെ കുറച്ചൊരു വർക്ക് ചെയ്യാനുള്ളത് ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്തു. എൻ്റെ ലാസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലോ ആണല്ലേ, ഈ ഒരു ഗ്ലോ ആണല്ലേ. അപ്പോൾ ഞാൻ ഈ ഗ്ലോൻ്റെ അകത്തു നിന്നാണ് എനിക്ക് കണക്ഷൻ പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവരെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത്, എനിക്ക് എങ്ങനെയാണ് എളുപ്പം അതേപോലെ അറേഞ്ച് ചെയ്യട്ടോ. ഞാനിങ്ങനെ കൂടുതൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ ഒരു ഗ്ലോൻ്റെ അകത്തുനിന്ന് ഈ ഒരു ഗ്ലോയുടെ ഔട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പുതിയൊരു മെർജ് അപ്പിയർ ആയി. അപ്പോൾ നമുക്കിവിടെ ഇവർ മൊത്തത്തിൽ കണക്റ്റഡ് ആയി. എന്നാലും ഈ രണ്ടെണ്ണം അടുപ്പിച്ച് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ രണ്ടാമത് ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് ആ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് വരിക. ആ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് വന്ന ശേഷം ഇതിൻ്റെ പൊസിഷനിൽ ഇപ്പോൾ കീ ഫ്രെയിം നമ്മൾ കൊടുത്തു വെച്ചാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ച് അതിൻ്റെ പൊസിഷൻ റീസെറ്റ് ചെയ്യുക. ഓക്കെയാണ്. എന്നിട്ട് ഇവിടെ 0.5 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ അല്ലേ. മാനുവലി കൊണ്ടുപോകേണ്ട. പൊസിഷൻ്റെ അകത്ത് 0.5 എന്നുള്ളൊരു വാല്യൂ കൊടുത്ത ശേഷം ഈ ഒരു പ്ലേ ഹെഡർ വീണ്ടും നമ്മൾ 0ൻ്റെ അകത്ത് കൃത്യമായിട്ട് 0 ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു പൊസിഷൻ്റെ അകത്ത് 0.5 ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, 60ാമത്തെ ഫ്രെയിമിൽ, മറ്റേത് കറങ്ങുന്ന അതേ ഇതിൽ തന്നെ കിട്ടണമെങ്കിൽ 60ാമത്തെ ഫ്രെയിമിൽ തന്നെ വരണം അല്ലേ. 60ാമത്തെ ഫ്രെയിമിൽ വരിക. ഇവിടെ നമ്മൾ പൊസിഷൻ മുന്നോട്ട് നീക്കിയാൽ മാക്സിമം 1 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ വന്ന് തീരും. അങ്ങനെ പാടില്ല. അതിന് പകരം എന്ത് ചെയ്യുക, 1.5 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. 1.5 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. രണ്ടും കണ്ടോ, കൃത്യമായിട്ട് അങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഇതേപോലെ ചതുരത്തിലാണ് കിട്ടുന്നത്. ഈ ചതുരം എന്നുള്ളത് മാറ്റി നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയാം, ഈ റെക്റ്റാങ്കിളിൽ വരിക. നമുക്ക് ആദ്യം ചെയ്യേണ്ടായിരുന്നു, മറന്നുപോയി. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൽ വന്ന ശേഷം കോർണർ റേഡിയസ് നമുക്ക് വേണ്ട പോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നത് ഒരു 0.3 തന്നെ കൊടുക്കാം. 0.3. ഈ 0.3 തന്നെ ആദ്യത്തെ റെക്റ്റാങ്കിളിൽ വന്നിട്ട് അതിൻ്റെ അകത്തും 0.3 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇൻസ്റ്റൻസിലല്ല കേട്ടോ, ആ റെക്റ്റാങ്കിൾ. അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് കളർ മാറ്റണം അല്ലേ. ഈ രണ്ടാമത് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഇവിടെ തിരിച്ച് വരിക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പച്ചയോ നീലയോ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളറിനെ അപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇഷ്ടമുള്ള കളർ കൊടുക്കുക. നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എനിക്ക് ഗ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർജിന് ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക.
സോഫ്റ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. സോഫ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് ഞങ്ങൾക്ക് സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അത് ഇവിടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലോൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടാം, ഇതേപോലെ കുറയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂയിലേക്ക് കൊണ്ട് നിൽക്കാം. പിന്നെ അതിൻ്റെ ബ്ലെൻഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൂടുതൽ ഗ്ലോ കിട്ടണമെങ്കിൽ കൂടുതൽ ഗ്ലോ കിട്ടും. ഗ്ലോൻ്റെ ലെങ്ത്ത് പുറത്തോട്ട് ഗ്ലോ എത്ര തള്ളി നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ട്രാൻസ്ഫോം എന്നൊരു നോഡിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോം അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ സൈസും കാര്യങ്ങളും അതുപോലെ റൊട്ടേഷനും ആസ്പറേഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നോർമലി ഇങ്ങനെ തന്നെ ഇടുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആനിമേഷന് 60 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, കണ്ടോ, പിന്നെ സ്റ്റക്കായി. ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആനിമേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് അറിയോ, ഇവിടെ സ്പ്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, സ്പ്ലൈൻ ഓൺ ചെയ്യാം. സ്പ്ലൈൻ ഓൺ ചെയ്ത ശേഷം ഈ ഒരു നോഡും പിന്നെ കമാൻഡ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു നോഡും 2 നോഡുകൾ മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ ആണ്. എന്നിട്ട് ഈ ഒരു 3 ഡോട്ടിൽ വന്നിട്ട് ഷോ ഓൺലി സെലക്റ്റഡ് ടൂൾസ് ഉള്ള ഇത് ഓൺ ചെയ്യാം. ഓക്കെ ആണ്. എന്നിട്ട് ഇവിടെ ഒരു ടിക്ക് ചെയ്യുക, ഇവിടെ ഒരു ടിക്ക് ചെയ്യുക. രണ്ടും ടിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും കേട്ടോ. ഇല്ലെങ്കിൽ കമാൻഡ് എ കൺട്രോൾ എ അടിച്ച് മൊത്തം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ലൂപ്പായിട്ട് ഇത് പ്ലേ ആവും. ഇത് ഓണായി എന്നുള്ള കാര്യം കൺഫേം ആക്കണം. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ലൂപ്പുകൾ ഇപ്പുറത്തേക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതിനൊന്ന് പ്ലേ ചെയ്യാം. ഞാൻ തൽക്കാലം ഇതൊന്ന് ഓഫ് ചെയ്യാണ്, എന്നിട്ടൊന്ന് പ്ലേ ചെയ്യണം നോക്കട്ടോ. ഇതേപോലെ കണ്ടിന്യൂസ് 60ാമത്തെ ഫ്രെയിം കഴിഞ്ഞാലും ഇങ്ങനെ അത് ലൂപ്പായിട്ട് ഇങ്ങനെ പോകും. ഇത് നമുക്ക് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് എത്ര വേണമെങ്കിലും കൂട്ടി വെക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ വരെ ആണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് അവിടെ നിന്ന് പോകുന്നതിന് പകരം ഇത് മുന്നോട്ടേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൂപ്പ് ആഡ് ചെയ്തുകൊണ്ട് അത് കണ്ടിന്യൂസ് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ പോകും. നിങ്ങൾക്ക് ലോഗോയുടെ മേലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈസായിട്ട് ആഡ് ചെയ്യണമെങ്കിലൊക്കെ വളരെ എഫക്റ്റീവാണ്. ഒരു പ്രാവശ്യം കൂടെ പറയുകയാണെങ്കിൽ ഇത്രയും പണിയെടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു സഹായമാണ്. നിങ്ങൾക്ക് ഇതേപോലെ എഫക്റ്റിൻ്റെ അകത്തും ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതിലാകുമ്പോഴോ എല്ലാ സെറ്റിങ്സും ഉണ്ടാവില്ല. നമുക്ക് വീണ്ടും ഫ്യൂഷനിൽ പോയിട്ട് തന്നെ സെറ്റിങ്സ് ഒക്കെ മാറ്റണം. ഇവിടെ ആകുമ്പോൾ എല്ലാ സെറ്റിങ്സും ഞാൻ ഇരുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ആഡ് ചെയ്ത് ജസ്റ്റ് 100 രൂപയുള്ളൂ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ബ്ലാക്ക് മാത്രമൊന്നുമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും താഴെ കാണാനും പറ്റും കേട്ടോ. അതാ കണ്ട, ഇതേപോലെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് പേര് എഴുതണമെങ്കിലോ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ വേറെ ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ടെക്സ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതാം. ഞാനിപ്പോൾ നിജിൻ എഴുതി കഴിഞ്ഞാൽ കണ്ട കറക്റ്റായിട്ട് നിജിന്ന് വന്നു. ഇനി അതിന് വേണമെങ്കിൽ ഗ്ലോയും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഗ്ലോയും കാര്യങ്ങളോ എന്ത് സ്റ്റൈലിലെ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങും. ഇതിന് വേണമെങ്കിൽ എന്തെങ്കിലും ആനിമേഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ നമുക്കിതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പോയി പോകും. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ നമുക്ക് കൂടുതൽ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.